ദുബായിലെ വ്യവസായ പ്രമുഖൻ അത്ലസ് രാമചന്ദ്രൻ ജയിൽ മോചിതനാകുന്നു എന്ന വാർത്ത ഏറെ പ്രതീക്ഷയോടെയാണ് മലയാളികൾ കേട്ടത്. എന്നാൽ ഈ വാർത്ത തെറ്റാണെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നു. ഒത്തുതീർപ്പ് ചർച്ചകൾ നടക്കുന്നുണ്ട്, എന്നാൽ ജയിൽ മോചിതനായിട്ടില്ല. ജയിൽ മോചിതനായാൽ ബാങ്കുകളുമായുള്ള കടബാധ്യതകൾ തീർക്കാനാകുമെന്നും ഇവർ പറയുന്നു. മസ്കറ്റിലെ ആശുപത്രി വിറ്റ പണം ഉപയോഗിച്ച് കടം വീട്ടാമെന്നും ഇവർ പറയുന്നു. പ്രമുഖ വ്യവസായി BR ഷെട്ടിയാണ് ആശുപത്രി വാങ്ങിയത്. രാമചന്ദ്രന്റെ ഭാര്യ മാത്രമാണ് ഇപ്പോൾ പുറത്തുള്ളത്. ഒരു മകളും ഭർത്താവും ജയിലിലാണ്. ബാങ്ക് വായ്പയുടെ തിരിച്ചടവ് മുടങ്ങുകയും ചെക്കുകൾ മടങ്ങുകയും ചെയ്ത സാഹചര്യത്തിൽ ബാങ്കുകൾ പരാതി നൽകിയതിനെ തുടർന്നാണ് രാമചന്ദ്രൻ ജയിലിലായത്. 22 ബാങ്കുകളാണ് രാമചന്ദ്രനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ 19 ബാങ്കുകൾ സമവായത്തിന് തയ്യാറായിട്ടുണ്ട്. ഇനി 3 ബാങ്കുകൾ കൂടി സമവായത്തിന് തയ്യാറാകാനുണ്ട്. ഈ ബാങ്കുകളുമായി അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ സംസാരിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇവർ കൂടി സമ്മതിച്ചാൽ ഏത് നിമിഷവും അദ്ദേഹത്തിന് പുറത്തു വരാൻ കഴിയും. മകളായിരിക്കും ആദ്യം ജയിൽ മോചിതയാകുക. 2015 ഓഗസ്റ്റ് 23-നാണ് 74-കാരനായ അത്ലസ് രാമചന്ദ്രൻ അറസ്റ്റിലായത്.